+2 പരീക്ഷാ ഫലം ഇന്നിപ്പം വരികയാണല്ലോ. അതേപോലെ തന്നെ നീറ്റ് പുനഃപരിശോധന, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ടെൻഷൻ വിദ്യാർത്ഥികൾക്കുണ്ട്. അതിനൊപ്പമാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് മുൻപ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിച്ച CBSE-യുമായി ബന്ധപ്പെട്ട് CBSE-യുടെ ഉത്തരക്കടലാസ് ചോദിച്ച കുട്ടിക്ക് മാറി അയച്ചു കൊടുക്കുകയും ഒടുവിൽ CBSE ആ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത ഒരു സംഭവ വികാസം നിൽക്കുന്നു. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് ടെൻഷനിലാണ് ഈ വിദ്യാർത്ഥികളും. വിദ്യാർത്ഥികളെ മാത്രമല്ല, രക്ഷിതാക്കളുണ്ട്. അവരുടെ രക്ഷിതാക്കൾക്കാർക്കും വിദ്യാർത്ഥികളെക്കാളും ടെൻഷൻ. ഇപ്പോൾ 4,52,437 വിദ്യാർത്ഥികളാണ് ഇന്ന് ഈ +2 പരീക്ഷാഫലം കാത്തിരിക്കുന്നത്. മികച്ച അധ്യാപകരുടെ സഹായത്തോടു കൂടി നീറ്റ്, JEE, അതേപോലെ എൻട്രൻസ് പരിശീലനമൊക്കെ നൽകുന്ന ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലത്തിൻ്റെ സ്ഥാപകരും ഡയറക്ടേഴ്സും എനിക്കിപ്പം ഹലോ മലയാളത്തിൽ ഇപ്പോൾ തത്സമയം ചേരുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ഗുഡ് മോർണിംഗ് ശ്രീ മുഹമ്മദ് ജാബിർ, അഷ്മ ജോഷി, ലിനീഷ് കൊടിയറ്റ്. സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, ഇന്നിപ്പോൾ +2ന്റെ റിസൾട്ടൊക്കെ വരികയാണല്ലോ. അതേസമയം തന്നെയാണ് നമ്മൾ ഈ പറയുന്ന പോലെ നീറ്റ് പരീക്ഷാ ക്രമക്കേടും പുനഃപരിശോധനയും. ഇപ്പോൾ ഈ സാഹചര്യത്തേക്ക് എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഏകദേശം 4.5 ലക്ഷത്തോളം കുട്ടികൾ ഇന്ന് എക്സാം റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ് ഫ്യൂച്ചറിൻ്റെ ഭാഗത്തിൽ നിന്നും. തീർച്ചയായിട്ടും ഇത് കാലാകാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ കഴിഞ്ഞൊരു 3-4 വർഷമായി NTA ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ തന്നെയാണ് NTAയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും കുട്ടികളും പാരൻസ് എല്ലാം ഭയങ്കര ആശങ്കയിൽ തന്നെയാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അടുത്ത വർഷം നെക്സ്റ്റ് ഇയർ ഓൺവേർഡ്സ് ഈ പരീക്ഷാ രീതിയൊക്കെ കുറച്ചുകൂടി നല്ല രീതിയിൽ വരികയും കറക്ഷൻ ഫ്രീ ആയി നടക്കൂ എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഈ കുട്ടികൾ കടന്നു പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ CBSE പരീക്ഷാഫലം വന്നു. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്രമക്കേടുകൾ നമ്മളെല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കുട്ടികളെല്ലാം ആ ആശങ്കയിൽ തന്നെയാണ്. പക്ഷേ ഇന്ന് കേരളത്തിലെ നമ്മുടെ സ്റ്റേറ്റ് സിലബസിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്. അവരുടെ സ്കൂളിങ്ങിൻ്റെ ഒരു അവസാന കാലഘട്ടമാണ് ഈ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം. ഇനി അത് എന്തോ ആയിക്കോട്ടെ, അത് ചിലപ്പോൾ വിചാരിച്ച രൂപത്തിൽ റിസൾട്ട് വരാതിരിക്കാം, ചിലപ്പോൾ നല്ല രൂപത്തിൽ റിസൾട്ട് വരാം. എന്തോ ആയിക്കോട്ടെ, കുറച്ചുകൂടി വലിയ സ്വപ്നങ്ങൾ കാണാൻ നമ്മളെ മക്കളെല്ലാവരും പ്രാപ്തരാവണമെന്നാണ് ഫ്യൂച്ചറിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് എനിക്ക് പറയാനുള്ളത്. പരീക്ഷാ ക്രമക്കേടുകൾ പല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോഴും നമ്മുടെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ വലിയ വലിയ സ്ഥാപനങ്ങൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ട്. IIT പോലത്തെ എയിംസ് പോലത്തെ സ്ഥാപനങ്ങൾ ഇപ്പോഴും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള നമ്മളുടെ പ്രവേശനമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശനത്തിനുള്ള അവസരമാണ് ഫ്യൂച്ചർ ത്രൂ നമ്മൾ നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നത്. ഫ്യൂച്ചറിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ വെച്ചുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കുറഞ്ഞ ഫീസിലാണ്. എപ്പോഴും ഇത്തരത്തിലുള്ള കോച്ചിങ്ങിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വലിയ വലിയ ഫീസ് കുട്ടികൾക്ക് കൊടുക്കേണ്ടി വരുന്നുള്ളതാണ്. അതിന് പരിഹാരമായി കുട്ടികൾക്ക് അഫോർഡ് ചെയ്യുന്ന ഫീസിൽ ഏറ്റവും മികച്ച അധ്യാപകരുടെ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള വലിയ സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ കേരളത്തിലെ ഹൈലി പൊട്ടൻഷ്യലുള്ള നമ്മുടെ കേരളത്തിലെ മക്കളെ എത്തിക്കുക എന്ന് തന്നെയാണ് ഫ്യൂച്ചർ ലക്ഷ്യം വയ്ക്കുന്നത്. സേതുലക്ഷ്മി. നിശ്ചയമായും ഇപ്പം പറഞ്ഞതുപോലെ തന്നെ എത്രയോ കുട്ടികൾ അവരുടെ എത്രയോ വർഷം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ചു വരുന്നതാണ്. അതേപോലെ തന്നെ സാമ്പത്തിക ഫ്യൂച്ചറിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഫോർഡബിളായിട്ട് പിള്ളേർക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. പക്ഷേ ഈ പൈസയൊക്കെ ചിലവാക്കി പഠിച്ചാലും ഈ നിരന്തരമായിട്ട് ഇപ്പോൾ ഈ വർഷമാണെങ്കിൽ ചോദ്യപേപ്പർ ചോർച്ച, കഴിഞ്ഞ വട്ടം നമ്മൾ നോക്കുമ്പം ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നിരന്തരമായിട്ട് വർഷങ്ങളോളം ഈ നീറ്റ് പരീക്ഷ നീറ്റായിട്ട് നടത്താൻ കേന്ദ്രത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് ഒരു NIT രൂപീകരിക്കുന്നതും അതേപോലെ തന്നെ അതിൻ്റെ കീഴിൽ ഈ പരീക്ഷ നടത്താം എന്നൊക്കെ തീരുമാനിക്കുന്നത്. പക്ഷേ അതും വന്ന് അടുത്തൊരു വിവാദമാകുന്നു. പരീക്ഷ ഉടനടി ക്യാൻസൽ ചെയ്യുന്നു. എന്തുകൊണ്ടാവും ഈ ഒരു പരീക്ഷ നന്നായി നടത്താൻ ഇവർക്ക് കഴിയാത്തത്? ഇപ്പോൾ ഇത്രയും പിള്ളേരെ പഠിപ്പിക്കുന്നത് കൊണ്ട് ചോദിക്കുകയാണ്, എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ആക്ച്വലി അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അത് സ്വാഭാവികമായും അത് ഇരിക്കുന്ന ഗവൺമെൻറ്റുകൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമ്മളെ സംബന്ധിച്ച് ഈ പരീക്ഷാ ക്രമക്കേടുകളെ പറ്റി നിരന്തരം നമുക്ക് സമ്മർദ്ദം ചെലുത്താം. അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്നതിനപ്പുറം നമുക്കതിൽ ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് പരിമിതിയുണ്ട്. എന്നാലും ഓരോരോ മാറി വരുന്ന ഗവൺമെൻറ്റുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കുട്ടിയുടെ ഭാവിയാണ്, കുട്ടിയെ സംബന്ധിച്ച് ഭയങ്കര ആശങ്ക ഉളവാക്കുന്നതാണ്.
പേരൻസിന് ഭയങ്കര ആശങ്കകളാക്കുന്നതാണ്. അതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. മാത്രമല്ല ഇപ്പം ഈ ഇങ്ങനെ തുടർച്ചയായിട്ട് വർഷങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് പിള്ളേർക്കും അതേപോലെ തന്നെ രക്ഷിതാക്കൾക്കും ഒക്കെ ഇനിയിപ്പം വീണ്ടും ഇതൊന്നും ആവർത്തിക്കില്ല, ഇത് ആവർത്തിക്കാതിരിക്കുമോ, അതിനെന്താ അത് നമ്മൾ എങ്ങനെ വിശ്വസിക്കും? ആ ഒരു കൺഫ്യൂഷൻ കൂടി വരില്ലേ? തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും അത് നമുക്കറിയാം. പക്ഷേ എനിക്ക് തോന്നുന്നു അടുത്ത വർഷത്തോട് ഇപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു നീറ്റ് അടുത്ത വർഷം ഓൺലൈനാക്കാൻ പോകുമെന്ന് കേൾക്കുന്നു. ജെഇ ആൾറെഡി ഓൺലൈൻ എക്സാമാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ആശങ്കകൾക്ക് അടുത്ത വർഷം മുതൽ പ്രസക്തി ഉണ്ടാവില്ല എന്നാണ് നമ്മൾ പൊതുവെ ഈ മേഖലയിലുള്ള എല്ലാ ആളുകളും വിശ്വസിക്കുന്നത്. പിന്നെ ഫ്യൂച്ചറിനെ സംബന്ധിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാവുന്നത് ഇത്തരം വലിയ വലിയ സ്ഥാപനങ്ങളിലെ സ്വപ്നം കാണാൻ കുട്ടികളെ പ്രേരിപ്പിക്കുകയും അതിലേക്ക് പോകാനുള്ള മാർഗം അവർക്ക് വളരെ അഫോർഡബിളായ രീതിയിൽ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. നിശ്ചയമായി ഇപ്പൊ +2 പരീക്ഷാ ഫലം ഇപ്പൊ വരും, അതിനുശേഷം നീറ്റ് പരീക്ഷ വരുന്നുണ്ട്. അത് കുട്ടികൾക്ക് ആത്മവിശ്വാസം കൊടുക്കുമോ കേരളത്തിലെ? തീർച്ചയായിട്ടും നമ്മൾ പിന്നെ ഒരുപാട് കുട്ടികൾ നമ്മളടുത്ത് തന്നെ വന്ന് റീനീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിനുള്ള എല്ലാ ആത്മവിശ്വാസവും ആ കുട്ടികൾക്ക് നമ്മൾ നൽകുന്നുണ്ട്. പിന്നെ നമുക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഈ നോർത്ത് ഇന്ത്യൻ ലോബിയിങ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നോർമലി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നോർത്ത് ഇന്ത്യയിൽ നടത്തുന്ന ചോർച്ചകൾ അതൊക്കെ സ്വാഭാവികമാണ്. അവിടെയാണ് അതുമായി ബന്ധപ്പെട്ട പ്രിന്റിങ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് നോർത്ത് ഇന്ത്യൻ കുട്ടികൾ കൂടുതൽ ഇതിലേക്ക് ഇത്തരത്തിലുള്ള പരീക്ഷകൾ ക്രാക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ ഈ വിമർശിക്കുമ്പോഴെല്ലാം നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം പ്രത്യേകിച്ച് പിന്നെ ജെഇ പോലത്തെ ജെഇ അഡ്വാൻസ് പോലത്തെയുള്ള വലിയ പരീക്ഷകൾ ക്രാക്ക് ചെയ്യണമെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് എന്തുണ്ടാവേണ്ടതുണ്ട്, അവർക്ക് പരിശീലനം കിട്ടേണ്ടതുണ്ട്. ഒരു 5ാം ക്ലാസ് മുതലൊക്കെയുള്ള അവർക്ക് ഫൗണ്ടേഷൻ കോഴ്സിലൂടെ അവർ വന്നാണ് അവർ ഇത്തരം വലിയ പരീക്ഷകൾ നേരിടുന്നത്. അപ്പോൾ അതിന് പരിഹാരമായിട്ടാണ് ഫ്യൂച്ചർ സ്കൂളിംഗ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം നമ്മൾ നടത്തുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം, തൃശ്ശൂർ, കാലിക്കറ്റ് 3 സ്ഥലങ്ങൾ ആൾറെഡി നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ നമ്മുടെ ഫ്യൂച്ചർ ക്യാമ്പസുകൾ, റിപ്പീറ്റർ ക്യാമ്പസുകൾ നമ്മൾ കേരളത്തിൽ 5 സ്ഥലങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശ്ശൂർ ആൻഡ് കാലിക്കറ്റ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലൂടെ വന്നാൽ അവർക്ക് ഫൗണ്ടേഷൻ കോഴ്സുകൾ, ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകൾ ഇതെല്ലാം ലഭിക്കുകയും ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ഇത്തരം വലിയ വലിയ സ്ഥാപനങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ട് അതിലേക്കുള്ളൊരു പ്രയാണം ചെറുപ്പത്തിലെ ആരംഭിച്ചാൽ മാത്രമേ കേരളത്തിലുള്ള ഹൈലി പൊട്ടൻഷ്യലായി, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യയിലേക്കാളും അല്ലെങ്കിൽ ഈ തെലങ്കാന, ഹൈദരാബാദ് എന്നുള്ള സ്ഥലങ്ങളെക്കാളും എത്രയോ കൂടുതൽ ഹൈലി പൊട്ടൻഷ്യലായ കുട്ടികളാണ് നമുക്ക് കേരളത്തിലുള്ളത്. അവർക്ക് വേണ്ട മാർഗനിർദ്ദേശം കൃത്യമായി കൊടുക്കാൻ പലപ്പോഴും നമ്മൾ ഈ പരീക്ഷാ ക്രമക്കേടുകളെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് കേരളത്തിന് പറ്റുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഇവിടെ നമ്മൾ ചോദിക്കേണ്ടത്. ഫ്യൂച്ചർ തീർച്ചയായിട്ടും അത്തരം കുട്ടികളൊപ്പം ഉണ്ടായിരിക്കും. നമ്മൾ അതിനുള്ള ഒപ്പം തന്നെ ഡയറക്ടർമാരായ മുഹമ്മദ് ജാബിറും അഷ്മയും കൂടെ ഉണ്ട്. രണ്ടുപേരും ഇതുവരെ ഒന്നും വേണ്ടിയിട്ടില്ല. ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന പോലെ ഈ ക്രമക്കേട് ആദ്യം തുടങ്ങുന്ന തന്നെ ഉത്തരേന്ത്യയിൽ നിന്നിട്ടാണല്ലോ. അപ്പം ഉത്തരേന്ത്യയിൽ നിന്ന് തുടങ്ങി പിന്നീട് രാജ്യം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ഒരു ക്രമക്കേടിന്റെ വിവരങ്ങളാണ് ഈ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനൊക്കെ പിന്നിൽ വലിയ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? കാരണം ഇപ്പം ഇതിൽ അറസ്റ്റിലായവരിൽ ചിലരെങ്കിലും ഈ NITയിലെ പ്രൊഫസർമാരാണ്. തീർച്ചയായിട്ടും അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ഇതെല്ലാം എന്താണ് ഈ നമ്മളുമായി ബന്ധപ്പെട്ട നമുക്കൊരു ചോദ്യം ചോദിച്ചൊരു ജനറലി ഉത്തരം പറയാവുന്ന കാര്യങ്ങളല്ല. ഇതെല്ലാം ഓരോ സമയത്തും ഭരിക്കുന്ന അതായത് ഗവൺമെൻറ്റുകൾ തന്നെ ഇതിൽ നടപടിയെടുത്താൽ മാത്രമേ ഇതിന് ഒരു കറപ്ഷൻ ഇല്ലാത്ത രീതിയിൽ ഒരു പരീക്ഷാ സംവിധാനം ഇന്ത്യയിൽ കൊണ്ടുവരാൻ കഴിയും. അത് നമുക്കിത് പറയാമെന്നതിലപ്പുറം അതിന് കാരണങ്ങളുണ്ടോ നമുക്കതൊക്കെ ഒരു അഭ്യൂഹങ്ങളാണ്. നമുക്കതിന് കൃത്യമായൊരു മറുപടി നമ്മളെ സംബന്ധിച്ച് ആരെ സംബന്ധിച്ചും പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും പഴുതടച്ച ഒരു പരീക്ഷാ രീതി തന്നെ നാളെ മുതൽ വരേണ്ടതുണ്ട്. അധ്യാപകർ ആശങ്കയിലാണ്, കുട്ടികൾ ആശങ്കയിലാണ്, പേരൻസ് ആശങ്കയിലാണ്. ഇതിനെല്ലാം മറുപടി പറയേണ്ടത്. ഇനിയിപ്പം എനിക്ക് ഒരു സംശയമുണ്ട്. സംശയം മാത്രമല്ല, എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർക്കും ഒക്കെ ഒരു രഹസ്യം അറിയേണ്ടതുണ്ട്. അതായത് ഈ ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ ഒരുപാട് അധ്യാപകരുടെ നിര ഉപയോഗിച്ചുകൊണ്ടാണല്ലോ വിദ്യാർത്ഥികളെ മത്സര പരീക്ഷയ്ക്കാക്കി തയ്യാറെടുക്കുന്നത്. അതിന് പിന്നിലെ രഹസ്യം എന്താണ്? തീർച്ചയായിട്ടും നമ്മൾ നല്ല ചോദ്യമാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇത്തരം സ്ഥാപനങ്ങളൊക്കെ ഒരുപാട് കാലം വളർന്ന് വന്നിട്ടാണ് ഒരു 5-6 കൊല്ലമൊക്കെ കഴിഞ്ഞാണ് പുതിയ വലിയ അല്ലെങ്കിൽ നല്ല അധ്യാപകരെ ഈ ഫീൽഡിൽ റിസൾട്ട് ഉണ്ടാക്കിയ അധ്യാപകരൊക്കെ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ ഫ്രം ദ സ്ക്രാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് റാങ്കുകൾ ക്രിയേറ്റ് ചെയ്ത കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരെ അണിനിരത്തിയാണ് നമ്മൾ ഏറ്റവും
അഫോർഡബിളായ ഫീസിൽ നമ്മുടെ മക്കൾക്ക് കേരളത്തിന് എന്താണ് ഈ കോച്ചിങ് ഒരു പുതിയ സംസ്കാരം തന്നെയാണ് ആക്ച്വലി ഫ്യൂച്ചർ കേരളത്തിന് മുന്നിലേക്ക് വെക്കുന്നത്. എല്ലാവരും എന്താണ് ഇതിനെ പരമാവധി ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാത്തിനും നിങ്ങളെ പിന്നിലുണ്ടായിരിക്കും. നമ്മുടെ മെറ്റീരിയലിനെ പറ്റി പറയുകയാണെങ്കിൽ പറഞ്ഞ പോലെ 30-35 വർഷമുള്ള ഇതിൽ പരിചയമുള്ള റാങ്കുകൾ ക്രിയേറ്റ് ചെയ്ത അധ്യാപകരുടെ നിരയാണ് ഈ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുണം നമ്മുടെ കേരളത്തിന് കിട്ടണം. അപ്പം എല്ലാ എന്താണ് ഇതിന് പാഷനേറ്റായ എല്ലാ മക്കളും എല്ലാ പേരൻസും ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുകയും നമുക്കൊപ്പം അണിചേർന്നുകൊണ്ട് നമ്മുടെ മക്കളെ വലിയ വലിയ സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമം നടത്തുകയും ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ ഈ റിസൾട്ട് വരുന്ന ഡേയിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പം താങ്ക് യു മിസ്റ്റർ ലിനീഷ് കൊടിയാറ്റ്, മുഹമ്മദ് ജാബിർ, അഷിമ ജോഷി, 3 പേർക്കും ജോയിൻ ചെയ്തതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ഓക്കെ.